ഗൈസ്, ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ മിസ്സുമാർ. ഞങ്ങൾ എന്താണ് അത് ഞങ്ങൾ ഇന്ന് അവയർനെസ് ക്ലാസ് നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന ചർച്ചിൽ, പിന്നെ നാളെ ഫ്രീ മെഡിക്കൽ ക്യാമ്പാണ്. അപ്പോൾ അതിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ വീടുകളിലും അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിനടുത്തുള്ള പോയാണ് ഇത്. നല്ല നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ പോയിൻ്റ് അടുത്ത് എത്തിയിട്ടോ. ഇതാക്കിയാണ് നമ്മൾ ഈ വീട്ടിൽ നമ്മൾ അവയർനെസ് ക്ലാസ്സിനെ കുറിച്ചിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല ഗ്രീൻ കളറ് വെള്ളമാണ്. കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ ഫ്രണ്ടിലുള്ളത് ആശാ വർക്കറാണ്. ഹോം വിസിറ്റ് കഴിഞ്ഞപ്പോൾ നടക്കുകയാണ്. തിരിച്ച് പള്ളിയിലേക്ക് നടക്കുകയാണ്. ആശാ വർക്കർ പോയി തിരിച്ച്. ഇപ്പൊ നമ്മള് 3 പേര് മാത്രമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് ആൾക്കാരൊക്കെ ഭയങ്കര സ്വീകരണം. അതെ അതെ, ഇത്രയും ആൾക്കാർ ബഹുമാനിച്ച ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉച്ചക്ക് നമുക്ക് കഞ്ഞിയും പയറും സ്പെഷ്യൽ. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോ കാണാം. കൊറേ ദൂരം നടന്നൊരു കട കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുറച്ച് എനർജി വരാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കുടിച്ചിട്ട് ഞങ്ങള് ചർച്ചിൽ തന്നെ പോവും. ഈ റൂട്ടിൽ കൂടെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നാണ്. ഇതാണ് അവിടെ അടുത്ത് തന്നെ സെമിത്തേരി ഉണ്ട്. പിന്നെ ഫുള്ള് റബ്ബർ തോട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് വൈകുന്നേരം ഫസ്റ്റ് ഡേ ഈവനിങ് ആണ്. എല്ലാവരും ഇങ്ങനെ ഈവനിങ് കൊണ്ട് ഇങ്ങനെ പുറത്താണ്. നല്ലൊരു വൈബൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളാട്ടോ. ഇതാണ് ചർച്ച്. എങ്ങോട്ടാ നമ്മളിന്ന് പോണേ? യെസ്, അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ മെഡിക്കൽ ക്യാമ്പിലാണ്. നമ്മൾ കുറേ പേഷ്യൻസ് ഒക്കെ വന്നു. അപ്പുറം പറഞ്ഞിട്ട് കണ്ടോ, കുറേ പേഷ്യൻസൊക്കെ വന്നു. അതെ, അപ്പം നമ്മൾ ഇതാക്കണ ഇവിടെ നമ്മളെ ക്യാമ്പിൻ്റെ ചർച്ചിലാണ്. കണ്ടോ, അപ്പോൾ നല്ല നല്ല തണുപ്പാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 3:30 സമയം. അപ്പോൾ ഇതൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആയിട്ട് ഗൈസ്. നമ്മളെ കുളമാണ് അവിടെ കാണുന്നത് ഗൈസ്. അപ്പം നമ്മളെ ഈവനിങ്ങത്തെ ഫുഡാണ്. രാവിലെ ഇഡ്ഡലി കാണിക്ക്. രാവിലെ ഇഡ്ഡലി കുറേ ബാക്കി വന്നു. അപ്പോൾ ഇഡ്ഡലി ബാക്കിയുള്ളത് എന്തോ കാട്ടി. നല്ല ടേസ്റ്റ് അല്ലേ? രണ്ട്
ഡേ 3. ഗായ്സ്, അപ്പൊ ഇന്ന് ഡേ 3. ഇന്ന് പറ സർവേ അല്ലേ? ഇന്ന് നമ്മൾ ഫുഡ് കമ്മിറ്റിയാണ്. ഇവരെല്ലാം സർവേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പാത്രം കഴുകുകയും. ഇതാണ് ഞങ്ങളെ ടീം. ഇവരൊക്കെ ബസ് വന്നാണ്, ഇവരൊക്കെ പോവാൻ നിൽക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ സർവേ മിസ്സാവട്ടോ ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ അതെ, ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടാണ്. ഇതാണ് നമ്മളെ മുതലുള്ള പുഴ, കുളം പുഴ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ദൂരത്തു നിന്ന് കണ്ട പുഴയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ തൊട്ടടുത്തെത്തി. ഇതിനകത്ത് കണ്ടോ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഗായ്സ്, നമുക്കൊരു എഫക്റ്റ് കാണാം. ഓക്കെ, എറിഞ്ഞോ? ആ, സെക്കൻഡറി വേവ്സ് തന്നെ. നെക്സ്റ്റ് നമുക്ക് ഡബിൾ എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. രണ്ടിടത്ത് വേസ്റ്റ് കൂട്ടിമുട്ടുമ്പോ എന്ത് സംഭവിക്കും? അത് അവിടെ വേറൊരു ഇത് ഉണ്ടാവുന്നുണ്ട്. അതെ അതെ, എന്തോ പൊങ്ങി കിടക്കുന്നു. അതെന്റെ മൂക്കാന്ന് തോന്നുന്നു. ഗായ്സ്, അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് നമ്മളെ ചേട്ടൻ. ഇതാക്കണ നമ്മള് രാത്രിക്കൊക്കെയുള്ള നമ്മൾ ഫുഡ് കമ്മിറ്റി അല്ലേ, അപ്പൊ അതിന്റെ പ്രസന്റേഷൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം എന്താണോ ആവണത് അതാവുന്നാണ് ചേട്ടൻ പറയണത്. പിന്നെ ഇതാണ് ടൊമാറ്റോ വെച്ചാണ്ട് ചെയ്തതാണ്. ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡ്. പിന്നെ ഇവിടെ നമുക്ക് ഇത് രാത്രിക്കത്തെ വെജുകാർക്കുള്ള കറിയാണ്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സിറ്റുവേഷന്. ഇങ്ങനെ അയക്കണ നമ്മളെ വാട്ടർ മെലണ്. ആദ്യം നമുക്ക് ഈ ക്യാൻഡിലൊന്ന് കത്തിക്കാം. യെസ്, അത് സീന് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ തന്നെയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഗീ റൈസും പിന്നെ എഗ് കറിയാണ്. അപ്പൊ ഇന്ന് നമ്മളെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. ഇതൊക്കെ നമ്മളെ സീനിയേഴ്സൊക്കെ ഇന്ന് നമ്മളെ ക്യാമ്പിക്ക് വന്നു കേട്ടോ. അപ്പൊ അതാക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും പറയും. ഇത് നല്ല രസമാണ്. Let me give you the Solid Girls hack on how I find the most value-packed startup podcast. Most people. Ghee rice. Hey, अरे मुट्टा finish. Take some this also. This is egg curry, gobi curry, dal curry. Okay, start हो रहा है ना? Day 4 breakfast, പുട്ട്, കടലക്കറി. അപ്പോൾ ഇത് ഡേ 4 ആണ്. നമ്മുടെ ട്രൈബൽ ക്യാമ്പാണിന്ന്. ഇവിടെ നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് പുരവിമൽ. അപ്പോൾ ഇതിന് ഇനാഗുറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ കാണാം. നമ്മളിവിടെ ഓഫീസ് സെക്ഷനിലാണ് ഇരുന്നിട്ടുള്ളത്. ഞാനും ആർദ്ര ചേച്ചിയാണുള്ളത്. ഗായ്സ്, അപ്പോൾ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊടുക്കുകയാണ്. അതാണ് ഫാർമസി. ഇതൊക്കെ ഇതിന് സൈഡിൽ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഗായ്സ്. നേരിട്ട് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഈ മുകളിലൊക്കെ കുറേ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി നടക്കുമ്പോൾ വീടുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതാ സൈഡിൽ റോഡുണ്ട്. ഗായ്സ്, 1 മണിയായിട്ടോ. നമ്മളിതാക്കണേ ഇവിടുത്തെ ട്രൈബൽ ക്യാമ്പ് ഏകദേശം തീർന്നു. ഇതാ ഇവിടെ ആണെങ്കിൽ പേരക്ക മരമുണ്ട്. ഇവിടുത്തെ സീനറിയാണ് ഗായ്സ്, സീനാണ്. കണ്ടോ, ഫുൾ മലനിരയാണ്. എനിക്കാണെങ്കിൽ കയറി പോകാൻ തോന്നുകയാണ്. ഭയങ്കര സീനാണ്. ശരി എന്നാ കണ്ടോ, ഇതും വേണമെങ്കിൽ ഒരുപാട് പേരക്കാളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ട് അറിയില്ല. പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. അതെ അതെ. പിന്നെ ഇതാ മാങ്ങ മരം, അത് പുളിമരമാണ്. കണ്ടോ, അത് ഇഷ്ടം പോലെ പുളികളൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ ആ റോട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പുളി പറിച്ചിരുന്നുണ്ട്. ഇതാണ് ചേട്ടൻ്റെ വീട്. അതാണ് മേലെയാണ് ചേട്ടൻ. നമ്മളെ ക്യാമ്പ് അവിടെ നടക്കണത്. തന്നെ നമ്മള് എല്ലാവർക്കും പുളി കൊടുത്തു. ഹായ് ഗായ്സ്, സീൻ ക്ലൈമറ്റാണ്. തൊട്ടടുത്താണ് പോയ. നമ്മൾ പോയിന്റ് തീരത്ത് എത്തിക്കണത്. ഹലോ ഗായ്സ്, ഫോട്ടോ. ഓ അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഗായ്സ്, അപ്പോൾ എല്ലാവരും ഇതിൽ കയറി. നീ ഇങ്ങോട്ട് അവര് തിരിച്ചിറങ്ങാണ്. നമ്മളപ്പുറത്തുനിന്ന് ഇവിടെ എത്തി. എല്ലാവരും ഇറങ്ങി. സൂപ്പർ വ്യൂ. അപ്പോൾ എല്ലാവരും നടന്നു വരുന്നുണ്ട്. അഗസ്ത്യ വൈബ്സിൻ റെസ്റ്റ്. ഇതൊരു സ്റ്റേ ആണ്. സ്റ്റേക്കാരും പക്ഷെ നമ്മളങ്ങോട്ട് കയറുന്നില്ല. നമ്മളിനി ബസ് കയറാൻ പോവാട്ടോ. നമ്മൾ ബോട്ടിലൊക്കെ കയറി ഇറങ്ങി. ഓക്കെ, കമോൺ. ഞാൻ 8 പറയുന്നത്. 8 ഈ ട്രീസ് ആർ ഇൻ ഫാം. ഓക്കെ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് 13. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ജീവി നിൽക്കുന്നു. അടുത്തത് ആലോചിക്കാം. ഓക്കെ, ആലോചിച്ചു. ഞാൻ ആലോചിച്ചു. 7 parrots are sitting in the tree. ഒന്നുകൂടി ട്രൈ ചെയ്യോ. പിന്നെ പോവാണ്. ട്രൈ ചെയ്യാം. അമലേട്ടൻ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് 2 ടീമുകളും ഒന്നുകൂടി പരാജയം. ഗായ്സ്, അപ്പം ഇന്നത്തെ നൈറ്റത്തെ ഫുഡ് കപ്പയും മീൻകറിയും പിന്നെ ബ്രൗണിയാണ്. യുവാൻ, ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണോ? ഗായ്സ്, അപ്പോൾ ഇത് ഡേ 5 ആണ്. നമ്മളിന്ന് മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് തൊണ്ണൂല് വേസ്റ്റൊക്കെ ഇങ്ങനെ പെറുക്കുകയാണ്. മോർണിംഗ് വാക്കിങ്ങിന് ഈ ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ 5 നമുക്ക് ഇതൊരു സ്കൂളാണ്, LP സ്കൂള്. സ്കൂളിൻ്റെ ഈ ഒരു മതിൽ നമുക്ക് പെയിൻ്റ് അടിക്കാനാണ് കേട്ടോ ഇന്നത്തെ ഡ്യൂട്ടി. നമ്മൾ ഈ ചെടികളൊക്കെ നട്ട് ചെടികളൊക്കെ ഒന്ന് വൃത്തിക്കൊന്ന് ആദ്യം ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് പിന്നെ ചെടിയൊക്കെ നട്ട് അപ്പോൾ നമ്മളിതിന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ആർദ്ര ചേച്ചി. അതെ, പിന്നെ ഇത് അഭിനയമുണ്ട്. അതുപോലെ നമ്മൾ ഇത് നട്ട് പിന്നെ ഇവിടെ ഇതൊക്കെ ഫുള്ള് ആ കലങ്കോലായി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് ഇത് ചുറ്റും നമ്മൾ പെയിൻ്റ് അടിച്ച് പിന്നെ ഇതാ ഒളിഞ്ഞത് ഈ ഒരു ചെടി ഇവിടെ കുഴിക്കാൻ പോവാണ്. പിന്നെ ഇത് ഈ പരിസരം ഇവിടെയൊക്കെ ഫുള്ള് പുല്ലുകളും
ഇലകളൊക്കെ ഇരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഏകദേശം. ഇതാണ് കേട്ടോ സ്കൂള്. ഞാൻ കാണിക്കാം. സെൻറ്റ് മേരീസ് LP സ്കൂൾ ഇതാണ്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാക്കണേ, ഇതാണ് നമ്മൾ ചെയ്ത വർക്ക്. അപ്പോൾ കുറേ ആൾക്കാർ പോയി, കുറേ കുട്ടികൾ പോയി. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ അകത്തും കൂടി ഉണ്ട് കുറച്ച് ചെടിച്ചട്ടി നമ്മൾ പെയിൻ്റ് അടിച്ചു. പറങ്ങനെ വന്നിക്കണ്, അതാ ചാടിപ്പോണ്. നമ്മൾ സൺസെറ്റിൻ്റെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കണത്. അതെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ നടന്ന് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈവനിങ് ടൈം അങ്ങോട്ട് കുളിക്കാൻ വേണ്ടി വന്നാണ്. കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിക്കണേ. ഇതവിടെ കുട്ടികൾക്ക് കുളിക്കണമൊക്കെ ഉണ്ട്. ഹായ് ഗായ്സ്, എല്ലാവരും നടന്നു വരുന്നുണ്ട്. നമ്മൾ ട്രെക്കിങ്ങിലാണ്. പൈൻ ട്രീസാണ് അവിടെ ഉള്ളത്. എല്ലാവരും നടന്നിട്ട് ഇങ്ങനെ കിതക്കാണ് കേട്ടോ. രാവിലെ നമ്മൾ ട്രക്കിങ് ഇറങ്ങിയിരിക്കുകയാണ്. യെസ് ഗായ്സ്, നല്ല കിതപ്പാണല്ലേ. എത്താനായി. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ എത്തി. എന്താക്കണേ കുട്ടികളെ, ഇതാണ് ഇവിടുത്തെ അമ്പലം. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ ഒരു ഉണ്ട് റോഡ്. അങ്ങനെ മേലേക്ക് പോകാൻ തോന്നുന്നു ഗായ്സ്. അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഇത് അമ്പലമല്ലേ? ഇതാണ് ഇവിടുത്തെ അമ്പലം. നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കി നോക്കാം. ഇവിടെ ഫുൾ പൈൻ ട്രീസാണ് ഞാൻ പറഞ്ഞില്ലേ. Hi. At last we reached the Kurshmala. ചേച്ചിമാരൊക്കെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ശ്രുതി, വ്യൂ എങ്ങനെയുണ്ട്? Guys, we are on adventure trekking. Here we are going. This is an adventure trip. I'll show you. ചെറുതായിട്ടൊന്ന് മാറി ഗായ്സ്. ദിസ് ഇസ് കുരിശുമല. നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഗായ്സ് നമ്മളുള്ളത് കുരിശുമലയിലാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതാ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. Guys, here we are in Kurshumala. This is our seniors and all guys are there. ഗായ്സ്, ഇത് കുരിശുമലയാണ്. നമ്മൾ പറഞ്ഞാണ്, നമ്മൾ കാളിമലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ചേച്ചി നമ്മളതിൽ കൂടെ കയ്യിൽ നമ്മളെ കൂടെ. പിന്നെ അതൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ ഗായ്സ്, അടുത്ത സ്ഥലത്തുമേ കാണിച്ചു തരാം. ഇനി സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല, മിക്കവാറും ഞങ്ങൾ ഇനി പോകും. ഇതാണെങ്കിൽ ഡേ 6 ആണ്. ഇനി നാളെയും കൂടി ഉള്ളൂ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാവും അല്ലേ? അതെ, നമ്മുടെ കൾച്ചർ ഡ്രസ് ആണ്. അതെ, ഇന്ന് ഞങ്ങളാണ്. പിന്നെ അതാ സീനിയേഴ്സും പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. ഗായ്സ് അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതാണ് സൈഡ് വ്യൂസൊക്കെ. അടിപൊളിയായിരുന്നു കേട്ടോ.
ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമുക്ക് പൂരിയും ബജിയാണ് ഗായ്സ്. അപ്പൊ അതാ നമ്മളെ ക്യാമ്പ് ഫയറിന് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. நான் உன்னை பார்த்த பார்வை வேறே நீங்காத எண்ணமாக ஆனால் என்ன உன்னோடு நானும் போன தூரம் யாவும் நெஞ்சிலே நீங்காத நிலைவுகளாக அடியே இங்கே மிஞ்சுதே நூலறிந்த பட்டம் போல உன்னை சுத்தி நானும் ஆட கைகள் நீட்டு நீயும் பிடித்த കാത്തിരിக்கிறேன் ഇതൊക്കെല്ലാം അർത്ഥങ്ങൾ എന്ന. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ ഗൈസ്, തുടങ്ങാൻ പോവാണേ ഗൈസ്. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. ആദ്യം എത്തും? മണവികയാണോ അതോ ഹൃദയന്റെ ടീമാണോ ആദ്യം എത്തുക? തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല. വലിയ പ്ലാനിങ്ങിലാണ് നമ്മുടെ ഗേൾസ് ടീം. Guys, on your mark. On your mark. Get set, go. ആരാദ്യം ജയിക്കും? ഗേൾസ് ടീം, ബോയ്സ് ടീം. നിങ്ങളുടെ കയ്യിലൊരു കപ്പില്ലേ, ഈ കപ്പ് തലയിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് ആളുള്ള കപ്പ് തള്ളിയിടാൻ നോക്കണം. അവസാനം ആര് തലയിലാണ് കപ്പ് ഉള്ളത് അവർ ജയിക്കും. ഒരു സോങ് പ്ലേ ചെയ്യും, ആ സോങ് തീരും വരെയാണ് ജയിക്കും. ആരും കപ്പ് എടുക്കരുത്. ഔട്ടായത് സ്വയമേ ഇറങ്ങി മാറേണ്ടതാണ്. തലേന്ന് താഴെ വീണാലും നിങ്ങൾ ഔട്ടാണ്. അതല്ല റോഷൻ ഇവിടെ നടക്കുന്നുണ്ട്. റോഷൻ എല്ലാവരും സ്കെച്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും എന്നുള്ളത്. അങ്ങനെയൊക്കെ നല്ല എക്സ്പീരിയൻസ്. എല്ലാ ചേച്ചിയും ചേട്ടന്മാരും എല്ലാവരും പാവങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ ചേട്ടൻ സംസാരത്തിലും ഫാഷൻ ഷോ ആണ് കാണിച്ചത്. എന്റെ കല കണ്ടൊക്കെ എല്ലാവരും അത്ഭുതപ്പെട്ടു അല്ലേ? വാട്ടർമെലൺ കല. ഇത് നമ്മളെ ബസ് ഡ്രൈവറാണ്, ചേട്ടനാണ് സംസാരിക്കണേ. നമ്മുടെ ക്യാമ്പ് കഴിയാനായിട്ട് ലാസ്റ്റ് ഡേ 6, നോട്ട് ഡേ 7.
അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്, ഡേ 7. എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണ് നമ്മൾ പോവാണ്. വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞിട്ട് കറക്റ്റ് പോവുക, പക്ഷെ ഇപ്പോൾ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാണ്. ബുദ്ധിമുട്ട് പോലും തോന്നാത്ത രീതിയിൽ എല്ലാവരും വളരെ എന്താ പറയുക, വാക്കുകളില്ല, അത്രയും നല്ല വളണ്ടിയേഴ്സ് ആയിരുന്നു. അവർക്കാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്. പിന്നെ ഇത്രയും സോ ഗായ്സ്, ഇത്രയും ബ്യൂട്ടിഫുള്ളായ നേച്ചർ ഞങ്ങൾ പോവുകയാണ്. അതാണ് നമ്മളെ കുട്ടികൾ. അത് ഓരോട് കുളിക്കുകയാണ്. നമ്മൾ ഇവിടെ ആദ്യമോളും കൂടി ഉണ്ട്. ഞങ്ങളിന്ന് ഇറങ്ങണില്ല. കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ വെള്ളം നനഞ്ഞാണ്ട് എൻ്റെ അടുത്ത് കവറില്ല, ഓളുടെ അടുത്ത് കവറുണ്ടെങ്കിലും എനിക്ക് വെള്ള അലർജിയാണ്. എനിക്ക് ഒന്നുകൂടി പോയി കുളിക്കണം. അപ്പൊ അതിനൊന്നും ബ്ലോഗാണ് കേട്ടോ, യൂട്യൂബിൽ കയറിട്ടോ. ചെറിയൊരു ടെൻഷന്. അപ്പോൾ ഓൾക്ക് ഗൈസ് ഓലാര കൂടുതൽ നേരം നിൽക്കാൻ നോക്കുകയെന്ന് തോന്നണേ. നമുക്ക് നോക്കാം. ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. ഇവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ദിവ്യാൻസ് ചേട്ടൻ ജയിച്ചു. അതെ, സൺലൈറ്റ് വന്ന് എല്ലാരും ടൈമായി. ഗായ്സ് ഇതാക്കണ എല്ലാരും കേറി. കുറച്ചും കൂടി ആൾക്കാർ കയറാണ്ട്.